ഇന്നൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. നമ്മളെല്ലാ ആളുകളും ഇപ്പോൾ ജിമ്മിലൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ടായിരിക്കും അല്ലേ? കൂടുതൽ ജിമ്മിൽ ആളുകൾ ആക്റ്റീവ് ആവാനായിട്ട് തുടങ്ങിയ ഒരു കാലഘട്ടമാണ്. പക്ഷേ ജിമ്മിലൊക്കെ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒട്ടും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് അല്ലേ, ബ്രീത്തിങ്. എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ബ്രീത്തിങ് ചെയ്യേണ്ടത് എന്നുള്ളത്. ആദ്യം ഞാൻ പ്രോപ്പർ ബ്രീത്തിങ്ങിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറയാം. പ്രോപ്പർ ബ്രീത്തിങ് നമ്മുടെ സ്ട്രെങ്ത്, എൻഡൂറൻസ് എല്ലാം ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ വർക്കൗട്ടിൻ്റെ സമയത്ത് നമുക്കൊരു സേഫ്റ്റി ടൂളായിട്ട് പോലും നമുക്ക് നമ്മുടെ ബ്രീത്തിങ്ങിനെ മാറ്റാനായിട്ട് സാധിക്കും. പിന്നെ എങ്ങനെയാണ് പ്രോപ്പർ ബ്രീത്തിങ് ചെയ്യാനായിട്ട് പറ്റുന്നത്? പ്രോപ്പർ ബ്രീത്തിങ് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റുന്നത് നമ്മൾ എഫേർട്ട് എടുക്കുമ്പോൾ എക്സേലും, റിലാക്സ് ചെയ്യുന്ന സമയത്ത് ഇൻഹേലും ആണ്. എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പം നമ്മൾ പുഷപ്പ് ചെയ്യുമ്പോൾ, ഡൗൺ ചെയ്യുമ്പോൾ നമ്മൾ ബ്രീത്ത് ഇൻഹെയിലാണ്, ബ്രീത്ത് ഇന്നാണ് ചെയ്യുന്നത്. നമ്മൾ അപ്പ് ചെയ്യുന്ന സമയത്ത്, പുഷ് അപ്പായിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എക്സേലാണ് ചെയ്യേണ്ടത്. സ്ക്വാട്ട് ചെയ്യുന്ന സമയത്ത് ഇരിക്കുമ്പോൾ നമ്മൾ ഇൻഹെയിലും, എഴുന്നേൽക്കുമ്പോൾ എക്സേലും. പ്ലാങ്ക് ചെയ്യുന്ന സമയത്ത് നോർമൽ ബ്രീത്തിങ് ചെയ്യുക, ബ്രീത്ത് ഹോൾഡ് ചെയ്യാതിരിക്കുക, കോർ എൻഗേജ് ചെയ്യുക. അതുപോലെ കാർഡിയോ വർക്കൗട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് നോർമൽ ബ്രീത്തിങ് ചെയ്യണം. പിന്നെ എന്ത് ചെയ്യുക, നമ്മൾ നോസിലൂടെ ഇൻഹേൽ ചെയ്തിട്ട് മാക്സിമം എന്ത് ചെയ്യുക, മൗത്തിലൂടെ എക്സേൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ പ്രോപ്പർ ബ്രീത്തിങ് പിന്നെ നമ്മൾ എന്തൊക്കെ രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വിചാരിച്ചാൽ, നമ്മുടെ മസിൽസിലേക്ക് ഓക്സിജൻ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രോപ്പർ ബ്രീത്തിങ് വഴി നമുക്ക് സാധിക്കുന്നുണ്ട്. പിന്നെ നമുക്കൊരു ഡിസ്നെസ് ഒക്കെ ഉണ്ടാവില്ലേ, എന്താ പറയുക, ജിമ്മിലൊക്കെ പല വർക്കൊക്കെ കഴിഞ്ഞിട്ട് ജിമ്മിലൊക്കെ വരുന്ന ആളുകൾക്ക് ഒരു ക്ഷീണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതെല്ലാം ഒന്ന് സെറ്റാക്കാനും നമ്മുടെ സ്റ്റാമിന ഇമ്പ്രൂവ് ചെയ്യാനും ബ്രീത്തിങ് പ്രോപ്പർ ആണെങ്കിൽ, ബ്രീത്തിങ് ടെക്നിക്ക് പ്രോപ്പർ ആണെങ്കിൽ നമുക്ക് ഇതെല്ലാം സാധിക്കും. അപ്പോൾ വളരെ സിമ്പിളാണ്. എഫേർട്ട് എടുക്കുമ്പോൾ എക്സേലും, റിലാക്സ് പൊസിഷനിലേക്ക് വരുമ്പോൾ ഇൻഹെയിലും. താങ്ക് യു.